أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الدرس الرابع اللازم والمتعدي ലാസിമുൻ മുതഅദ്ദി ഇതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അൽ ഫിഅലു ഫിഅല് ഇമ്മാ മുതഅദ്ദി ഒന്നിരിക്കൽ മുതഅദ്ദി ആയിരിക്കും. വഹുവ ആ മുതഅദ്ദി എന്ന് പറഞ്ഞാൽ അൽ ഫിഅലു അല്ലദി ഒരു ഫിഅലാണ്. എങ്ങനത്തെ ഫിഅല് യതഅദ്ദ ആ ഫിഅല് വിട്ടുകടക്കും മിനൽ ഫാഇലി ഫാഇലിൽ നിന്ന് വിട്ടുകടക്കും ഇലൽ മഫ്ഊലി ബിഹി മഫ്ഊലു ബിഹിയിലേക്ക് വിട്ടുകടക്കും. അതായത് ആ ഫിഅലിന് ഫാഇലും ഉണ്ടാകും മഫ്ഊലു ബിഹിയും ഉണ്ടാകും എന്ന്. ഉദാഹരണം കൗലിക്കാന്റെ കൗല് പോലെയാണ് ദറബ്തു ഞാൻ അടിച്ചു സൈദൻ സൈദിനെ അടിച്ചു. കതബ അലിയുൻ അലി എഴുതി ദർസഹു അവന്റെ ദർസിനെ എഴുതി. ഇങ്ങനെയാണ്. ഇവിടെ ദറബ എന്നുള്ള ഫിഅല് ഫായിലും കടന്ന് മഫ്ഊലും ബിഹിയിലേക്ക് എത്തിയിട്ടുണ്ട് അതിന്റെ പവർ. അതുകൊണ്ടാണ് അതിന് മുതഅദ്ദിയായ ഫിഅല് എന്ന് പറഞ്ഞത്. വൈസമ്മ ഐദൻ ആ ലാസിമ മുതഅദ്ദിയായ ഫിഅലിന് പേര് വെക്കപ്പെടും ഐദൻ വീണ്ടും വാഖിഅൻ എന്ന് വമുജാവിസൻ എന്നും പേര് വെക്കപ്പെടും. വാഖിഅൻ സംഭവിച്ചത് എന്നർത്ഥം. അതുപോലെ മുജാവിസ് എന്ന വിട്ടുകടന്നത് എന്നർത്ഥം. യതജാവസുൽ ഫിഅലു ഫിഅല് വിട്ടുകടക്കും അൽ ഫാഇല ഫാഇലിനെ വിട്ടുകടക്കും. വയഖഉ എന്നിട്ട് ആ ഫിഅല് സംഭവിക്കുകയും ചെയ്യും അലൽ മഫ്ഊൽ ബിഹി മഫ്ഊൽ ബിഹിന്റെ മേൽ സംഭവിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് വാഖി എന്നും മുജാവിസ് എന്നും ഒക്കെ ഇതിന് പേര് വരാൻ കാരണം. വ അലാമത്തുഹു ഇതിന്റെ അടയാളം ഐൻ തത്തസില ബിഹി അതിനോട് ചേർന്ന് വരലാണ് ഹ ഉദ്ദമീരി ദമീറിന്റെ ഹ ആ മുദാരി ആ ഫിഅലിനോട് ചേർന്ന് വരലാണ്. അങ്ങനത്തെ ഫിഅലിനാണ് എന്തെന്ന് പറയാ മുതഅദ്ദിയായ ഫിഅൽ. അല്ലത്തി എങ്ങനത്തെ ഹ ഉദ്ദമീർ തഊദു ആ ദമീർ മടങ്ങും അലൽ മഫ്ഊൽ ബിഹി മഫ്ഊൽ ബിഹിയിലേക്ക് മടങ്ങും. അങ്ങനെയുള്ള ദമീർ അതിനോട് ചേർന്ന് വരലാണ് ആ ഫിഅൽ മുതഅദ്ദിയാണ് എന്നതിന്റെ അടയാളം. ഉദാഹരണം അത്തിൽമീദു ദറസ്തുഹു അത്തിൽമീദു വിദ്യാർത്ഥി ദറസ്തു ഞാൻ പഠിപ്പിച്ചു ഹു അവനെ പഠിപ്പിച്ചു. അപ്പൊ ഈ ഹു എന്ന ദമീർ ഇതാണ് ഹ ഉദ്ദമീർ. അതെങ്ങോട്ടാണ് മടങ്ങണത്? അത്തിൽമീദു എന്ന ഇസ്മിലേക്കാണ് മടങ്ങുന്നത്. അപ്പൊ വിദ്യാർത്ഥി ദറസ്തു ഞാൻ പഠിപ്പിച്ചു ഹു അവനെ പഠിപ്പിച്ചു ഞാൻ അവനെ പഠിപ്പിച്ചു. ആ വിദ്യാർത്ഥി അവനെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രയോഗം. ഇമ്മാ ഗൈറു മുതഅദ്ദിൻ അല്ലെങ്കിൽ ഗൈറു മുതഅദ്ദി ആയിരിക്കും. വഹുവ ഗൈറു മുതഅദ്ദി അൽ ഫിഅലു അല്ലദി ലം യതജാവസിൽ ഫാഇല അൽ ഫിഅലു അല്ലദി ഒരു ഫിഅലാണ് അങ്ങനത്തെ ഫിഅൽ ലം യതജാവസ് അത് വിട്ടുകടന്നിട്ടില്ല ഫാഇല ഫാഇലിനെ വിട്ടുകടന്നിട്ടില്ല. നഹ്വ ഹസന സൈദുൻ എന്ന് പറഞ്ഞതുപോലെ അതായത് ഭംഗിയുള്ളവനായി എന്നർത്ഥം. അപ്പൊ ഇനിയിപ്പോൾ അതിന് ഫാഇൽ മഫ്ഊലും ബിഹി വരാനുള്ള സ്കോപ്പ് ഇല്ല. അവിടെ മഫ്ഊലും ബിഹി വരാനുള്ള സ്കോപ്പ് ഇല്ലാത്ത ഫിഅലിന് ലാസിം എന്നും മഫ്ഊലും ബിഹിക്കുള്ള സ്കോപ്പ് ഉള്ള ഫിഅലിന് മുതഅദ്ദി എന്നും പറയും. വ ഇസമ്മ അതിന് പേര് വെക്കപ്പെടും ലാസിമൻ വ ഗൈറ വാഖിഅൻ ലാസിം എന്നും ഗൈറു വാഖി എന്നും പേര് വെക്കപ്പെടും. കാരണം മഫ്ഊലും ബിഹി ഫാഇലും കടന്ന് മഫ്ഊലും ബിഹിയിലേക്ക് വന്ന് ചാടാനുള്ള ഒരു കപ്പാസിറ്റി ആ ഫിഅലിനില്ല. കൈഫ നുഅദ്ദിൽ ഫിഅല ലാസിമ എങ്ങനെയാണ് ലാസിമായ ഫിഅലിനെ നമ്മൾ മുതഅദ്ദിയാക്കുക? വതഅദിയതുഹു ഫി സുലാസിയിൽ മുജറദ് സുലാസി മുജറദിൽ അതിനെ മുതഅദ്ദിയാക്കുന്ന രൂപം ബി തദ്ഈഫിൽ ഐനി ഐൻ ഫിഅലിനെ തദ്ഈഫ് ചെയ്യൽ കൊണ്ടാണ് ഇരട്ടിപ്പിക്കൽ കൊണ്ടാണ്. കഖൗലിക ഫറഹ്തു സൈദൻ ഫറഹ്തു ഞാൻ സന്തോഷിപ്പിച്ചു സൈദൻ സൈദിനെ ഫറഹ സൈദ് ഫറഹ്തു ഞാൻ സന്തോഷിച്ചു ഇത്ര അർത്ഥമുള്ളൂ. ഇനി അവിടെ വേറൊരാളെ ഒരു മഫ്ഊലും ബിഹി വരാൻ അവിടെ ചാൻസ് ഇല്ല. അപ്പോൾ മഫ്ഊലും ബിഹിക്കും കൂടി ആ ചാൻസ് ഉള്ള കോലത്തിൽ ആ ഫിഅലിനെ മാറ്റണമെങ്കിൽ എന്താക്കണം? ഫറഹ്തു എന്നാക്കണം. ഞാൻ സന്തോഷിപ്പിച്ചു ആരെ? സൈദിനെ. മഫ്ഊലും ബിഹിക്കും കൂടി കയറിക്കൂടാൻ പറ്റി. ഔ ബി ഹംസത്തി നഖ്ലി അല്ലെങ്കിൽ നഖലിന്റെ ഹംസ കൊണ്ട് നഹ്വ അജ്ലസ്തുഹു ജലസ ജലസ്തു ഞാൻ ഇരുന്നു. ഇനി പാടെ മഫ്ഊലും ബിഹി കോപ്പുണ്ടോ? അജ്ലസ്തു ഞാൻ ഇരുത്തി. ഇനി മഫ്ഊലും ബിഹി വേണം ഹു അവനെ. അപ്പൊ ഈ ഹംസ കൊണ്ടും എന്ത് ചെയ്യും? സുലാസി മുജറദിനെ നമ്മൾ മുതഅദ്ദിയാക്കും. സുലാസി മുജറദിനെ അപ്പോൾ സുലാസി മസീദ് ഫിഹിയിലേക്ക് മാറും. വബി ഹർഫിൽ ജർരി ജറിന്റെ ഹർഫ് കൊണ്ടും ഫിൽ കുല്ലി എല്ലാ ഫിഅലിലും ഫി കുല്ലിൽ അഫ്ആലിൽ ലാസിമത്തി ലാസിമത്തായ എല്ലാ ഫിഅലിലും ജറിന്റെ ഹർഫ് കൊണ്ട് ആ ഫിഅലിനെ മുതഅദ്ദിയാക്കപ്പെടും.
മുജറദത്തൻ കാനത്ത് ഔ മസീദത്തൻ, ആ ലാസിമായ ഫിഅൽ മുജറദത്ത സുലാസി മുജറദോ റുബാഇ മുജറദോ ആവട്ടെ, അല്ലെങ്കിൽ സുലാസി മസീദ് ഫീഹി റുബാഇ മസീദ് ഫീഹി ആവട്ടെ. നഹ്വു ദഹബതു ബി സൈദിൻ, ദഹബ സൈദുൻ സെയ്ദ് പോയി എന്നാണ് അർത്ഥമുള്ളത്. ദഹബത്തു ഞാൻ പോയി, ബി സൈദിൻ സെയ്ദിനെയും കൊണ്ട്, സെയ്ദിനെയും കൊണ്ട് ഞാൻ പോയി. അപ്പോൾ അവിടെ മഫ്ഊലുൻ ബിഹിക്ക് വന്നു. പോവാന്നുള്ള പ്രവർത്തനം ഞാൻ മാത്രമല്ല ഓനും കൂടി കൂട്ടിയിട്ടാണ്, അതായത് ഓനെ ഞാൻ പോക്കി എന്നൊരർത്ഥമായി. അവർ ഇൻതലഖ്തു ഞാൻ പോയി, ബിഹി അവനെയും കൊണ്ട് പോയി. അപ്പോൾ ഇവിടൊക്കെ എന്തായി? ഇൻതലഖ എന്ന് പറഞ്ഞാൽ എന്താണ്? ലാസിമായ ഫിഅലാണ്, ഫാഇൽ മാത്രം പറഞ്ഞ ഫിഅലാണ്. അതിനെ ഞാൻ മഫ്ഊലുൻ ബിഹിയിലേക്ക് വിട്ടടത്തുന്നത് ജെറിന്റെ ബാ ഉണ്ട്. അതാണ് ജെറ് ചെയ്യുന്ന ബാ ചേർത്ത് വെച്ചാൽ കുഴപ്പമില്ല. അപ്പം മറ സെയ്ദുൻ സെയ്ദ് നടന്നു, മറർത്തു ഞാൻ നടന്നു, ബി സെയ്ദിൻ സെയ്ദിൻ അരികിലൂടെ, അരികിലൂടെ എന്നുള്ളൊരു അർത്ഥമാണ്. ഇനി ചോദ്യമാണ്, മാ ഹുവൽ ഫിഅലുൽ മുതഅദ്ദി, മുതഅദ്ദിയായ ഫിഅൽ അതേതാണ്? മാ ഹുവൽ ഫിഅലുൽ ലാസിം, ലാസിമായ ഫിഅൽ ഏതാണ്? കൈഫ നുഅദ്ദിൽ ഫിഅലൽ ലാസിമ, എങ്ങനെയാണ് ലാസിമായ ഫിഅൽ നമ്മൾ മുതഅദ്ദി ആക്കുക? ഹൽ ലിൽ ഫിഅലിൽ മുതഅദ്ദി അസ്മാഉൻ ഉഖർ, മുതഅദ്ദിയായ ഫിഅലിന് വേറെ എന്തെങ്കിലും പേരുകളുണ്ടോ? വലിമാദ, എന്തുകൊണ്ടാണ് ആ വേറെ പേരുകൾ വന്നത്? തമാരീൻ, മയ്യിസ് ബൈനൽ അഫ്ആലിൽ മുതഅദ്ദിയത്തി വൽ ലാസിമത്തി താലിയ, താഴെ വരുന്ന മുതഅദ്ദിയും ലാസിമും ആയ ഫിഅലുകൾക്കിടയിൽ വേർതിരിക്കണം. കതബ, ദറസ, അഖദ, ഇതിലേതാ ലാസിമ്, ഏതാ മുതഅദ്ദി? യുഅതി, ശറഹ, ദഹബ, ഫരിഹ, ജലസ, യഖ്തസിദു, ഇസ്തഗ്ഫറ, തകാതബ, കാതബ. ഇത്രയും ഫിഅലുകൾ, ഇതിൽ ഏതൊക്കെ ലാസിം ഏതൊക്കെ മുതഅദ്ദി എന്നറിയണമെന്നുണ്ടെങ്കിൽ ഡിക്ഷണറി പോയി നോക്കിയാൽ മതി. അതിൻ്റെ അർത്ഥം നോക്കിയിട്ട് ഒരു മുതഅദ്ദിൻ്റെ അർത്ഥം ഉണ്ടെങ്കിൽ മുതഅദ്ദിയാണ്, ലാസിമിൻ്റെ അർത്ഥമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ലാസിമാണ്. ضع هذه الأفعال في جمل مناسبة. كتب، أخذ، ذهب، أجلس، قذف، سمع. താഴെ വരുന്ന ഫിഅലുകൾ അതിന് യോജിച്ച ജുംലകളിൽ വെച്ചു കൊടുക്കണം. കതബ, അതിന് യോജിച്ചൊരു ജുംല ഉണ്ടാക്കുക. ബാക്കിയുള്ളതൊക്കെ അതുപോലെ തന്നെ. കതബ സെയ്ദുൻ കിതാബൻ, സെയ്ദ് ഒരു കിതാബ് രചിച്ചു, ഒരു പുസ്തകം രചിച്ചു. ഇതുപോലെ അദ്ദി ഹാദിഹിൽ അഫ്ആലൽ ലാസിമത്ത, ഈ ലാസിമത്തായ ഫിഅലുകളെ എന്നാണ് പറഞ്ഞത്. ഖറജ, ദഹബ, ജലസ, കറുമ, ശറുഫ, ബഖില. ഇതിലേതൊക്കെയാണ് ലാസിമ് എന്നുള്ളതെന്ന് തിട്ടപ്പെടുത്താൻ. ഇജ്അൽ ഖത്തൻ തഹ്ത കുല്ലി ഫിഅലിൻ ലാസിമിൻ, ലാസിമായ എല്ലാ ഫിഅലിൻ്റെ അടിയിൽ ഒരു വര ഇട്ട് കൊടുക്കാനാണ് പറഞ്ഞത്. വഖത്തൈന തഹ്ത കുല്ലി ഫിഅലിൻ മുതഅദ്ദി, മുതഅദ്ദിയായ എല്ലാ ഫിഅലിൻ്റെ അടിയിലും രണ്ട് വര ഇട്ട് കൊടുക്കാൻ. ഫിൽ ജുമലിൽ ആതിയത്തി, താഴെ വരുന്ന ജുംലകളിൽ ഉള്ളതായ. ഖറജ അലിയുൻ മിനൽ ബൈത്തി വദഖല അൽ മസ്ജിദ വഅദ്ദന ലിസ്സലാത്തി സുബ്ഹി. എന്തായി? ഖറജ അലിയുൻ, അലി പുറപ്പെട്ടു, മിനൽ ബൈത്തി വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. അതിന് മഫ്ഊലുൻ ബിഹി ഉണ്ടാ? മഫ്ഊലുൻ ബിഹി ഇല്ല. അപ്പൊ ആ ഫിഅൽ എന്താണ്? ഖറജ എന്താണ്? ലാസിമാണ്. വദഖല, അവൻ പ്രവേശിക്കുകയും ചെയ്തു, അൽ മസ്ജിദ പള്ളിയിൽ പ്രവേശിക്കുകയും ചെയ്തു. അതിനോ ഉണ്ട്. അപ്പൊ എന്താണ്? ദഖല മുതഅദ്ദി. വഅദ്ദന, അവൻ ബാങ്ക് വിളിച്ചു, ലിസ്വലാത്തി സുബ്ഹി, സുബ്ഹി നിസ്കാരത്തിന് വേണ്ടി. അദ്ദന, അദ്ദന സാധാരണ മുതഅദ്ദി ആയിട്ട് വരുന്നതാണ് അല്ലേ? ഫഅല, അദ്ദന അവൻ വിളിച്ചു, അൽ അദാന ബാങ്കിനെ വിളിച്ചു. അവിടെ മഫ്ഊലുൻ ബിഹി മഹ്ദൂഫാണ്, കളയപ്പെട്ടു പോയതാണ്. അപ്പൊ അദ്ദന മുതഅദ്ദി തന്നെയാണ്. പക്ഷെ അതിന് മഫ്ഊലുൻ ബിഹി അവിടെ നമുക്ക് കാണാനില്ല. അദ്ദനൽ അദാന ലിസ്വലാത്തി സുബ്ഹി എന്നുണ്ട്. അപ്പൊ അതിൻ്റെ ഇടയിൽ രണ്ട് വര കൊടുക്കാം. ജാഅ ഹുസൈനുൻ മിനൽ മദീനത്തി,
അക്കല മുഹമ്മദുൻ അത്തുഫാഹ ദറസ സഈദുൻ അന്നഹ്വ ഖറഅ അത്വാലിബു ദർസഹു. ഹാത്തി സലാസ ജുമലിൻ ഫിഅലിയത്തിൻ അഫ്ആലുഹ ലാസിമത്ത്. ഇനി 3 ഫിഅലിയ ജുംല കൊണ്ടുവരാനാണ് പറഞ്ഞത്. ആ അതിന്റെ ഫിഅലുകളെല്ലാം ലാസിമത്താണ്. ഹാത്തി സലാസ ജുമലിൻ ഫിഅലിയത്തിൻ അഫ്ആലുഹ മുതഅദ്ദിയത്തുൻ. 3 ഫിഅലിയ ജുംലകൾ കൊണ്ടുവരാൻ അതിന്റെ അഫ്ആലുകളെല്ലാം മുതഅദ്ദിയത്തും ആണ്. ഇങ്ങനെ 5 നടക്കട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.